ക്രിയേറ്റീവ് വേൾഡ് ബൈ മിന്നൂസ്. ഇന്നത്തെ നമ്മുടെ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്ന കാര്യം ഇറ്റ്സ് ക്വൈറ്റ് സിമ്പിൾ. നിങ്ങൾ ഡെയിലി കാണുന്ന വീഡിയോസിൽ ചിലപ്പോൾ ഇതും കൂട്ടും, മോട്ടിവേഷൻ വീഡിയോസ്. പക്ഷേ ഇത് വെറുതെ ഒരു മോട്ടിവേഷൻ വീഡിയോ അല്ല. ഇറ്റ്സ് സംതിങ് യു ഷുഡ് ടേക്ക് ആക്ഷൻ. ആൻഡ് കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഐ ഹാവ് ബീൻ വാണ്ടിങ് ടു മേക്ക് ദിസ് വീഡിയോ, പക്ഷേ ടൈം കിട്ടുന്നില്ലായിരുന്നു. ഞാൻ ഐ തിങ്ക് ഐ ഹാവ് ടോൾഡ് യു ഗൈസ്, ഐ മീൻ +1 കൊമേഴ്സ്, പിന്നെ ക്ലാസ്സസ് ഒക്കെ കുറച്ച് ബാക്ക്ലോഗ്സ് ആയിട്ട് വരുന്നുണ്ട്. അതിൻ്റെ കൂടെ നോട്ട് കംപ്ലീഷൻ, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പോഴും എല്ലാം കംപ്ലീറ്റ് ഒന്നും ആയിട്ടില്ല. ബട്ട് ഐ ഹാവ് ഫൗണ്ട് സം ടൈം ടു മേക്ക് ദിസ് വീഡിയോ, കാരണം ഇത് എന്നെയും കൂടി ആവശ്യമാണല്ലോ. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, ഐ ആക്ച്വലി എൻജോയ് മേക്കിംഗ് വീഡിയോസ്. യെസ്. അപ്പം ഇന്നത്തെ ഈ ഒരു വീഡിയോ ഞാൻ പറഞ്ഞല്ലോ, ഇറ്റ്സ് നോട്ട് സംതിങ് മോട്ടിവേഷൻ ആയിട്ട് പറയുന്ന കാര്യമല്ല. ഓക്കെ, ഐ വുഡ് ജസ്റ്റ് ഗിവ് എ ഡിസ്ക്ലെയിമർ. ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ ഐ എം നോട്ട് ട്രൈങ് ടു ഫോഴ്സ് യു അല്ലെങ്കിൽ എൻഫോഴ്സ് യു സംതിങ്. ഓഫ് കോഴ്സ് ഐ എം ട്രൈങ് ടു എൻഫോഴ്സ് യു സംതിങ്. അത് എല്ലാവരുടെയും ഒരു ആവശ്യമാണല്ലോ. നിങ്ങൾക്കിത് ചെയ്യാൻ ഇഷ്ടമാണെങ്കിൽ യു ക്യാൻ ഡു ഇറ്റ്. ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യുന്നില്ല. ബട്ട് ബിക്കോസ് എനിക്ക് കഴിഞ്ഞ ദിവസമായിട്ട് എനിക്ക് കുറച്ചിത് തോന്നി, ഈ ഒരു വീഡിയോ ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നു കുറേ ആളുകൾ നമ്മളെപ്പോലെ ഉണ്ട്, who loved these type of content, who loved how to overcome procrastination, how to get back to the normal life, means ബാക്ക്ലോഗ്സ് ഒക്കെ കളഞ്ഞ്, അല്ലെങ്കിൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് പോവുക. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ വി വുഡ് ബിക്കം സ്ട്രോങ്ങർ. അത് ഫാക്റ്റ് അല്ല, അത് ട്രൂത്ത് ആണ്. ഓക്കെ, സോ ഹിയർ ഐ ആം ഇൻട്രൊഡ്യൂസിങ് ദ ചലഞ്ച് പ്രോജക്റ്റ് റീബിൽഡ് 21 days. ഇതിപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങൾക്ക് യു കുഡ് മേക്ക് ദിസ് ചലഞ്ച്, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ചലഞ്ചസ്, നമ്മളിപ്പോൾ ഇൻട്രസ്റ്റിലാണെങ്കിലും നമ്മൾ ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുത്താൽ മതി. സോഫ്റ്റ് ചലഞ്ചസും ഹാർഡ് ചലഞ്ചസും 75 days ചലഞ്ചസും, അങ്ങനെ ഒരുപാട് ചലഞ്ചസ് ഉണ്ട്. ഐ എം നോട്ട് ബിഗ് ഫാൻ ഓഫ് ദിസ് ചലഞ്ചസ്. പക്ഷേ നമ്മൾ ഫ്രീ ആയിട്ടുള്ളപ്പോൾ എല്ലാവരെയും പോലെ തന്നെ എനിക്കും ചെയ്യാൻ ഇഷ്ടമാണ്. ഓക്കെ, ഐ തിങ്ക് കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണല്ലോ. അപ്പോൾ ഞാൻ ചെറിയൊരു സ്റ്റോറി പറയാം. കുറച്ച് മാസം മുമ്പ് നടന്ന ഒരു സംഭവമാണ്, ട്രൂ ബേസ്ഡ് ഇൻസിഡൻ്റ് ആണ്. ഓക്കെ, സോ ലെറ്റ്സ് മൂവ് ടു ദ സ്റ്റോറി. കഥ തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ഈ കഴിഞ്ഞ ഏപ്രിൽ മാസം, അതായത് വെക്കേഷൻ സമയത്ത്, ഐ വാസ് സോ ബോർഡ്. അപ്പം ഞാൻ 10th ഒരു വശത്ത് റിസൾട്ടിന് വേണ്ടി ഭയക്കുന്ന എൻ്റെ ആ ഒരു സോളും, വേറെ വശത്ത് എന്ത് ചെയ്യണം, ഫുൾ ബോറടി. ഒരു പകുതി വരെ, എനിക്ക് തോന്നുന്നു മാർച്ച് ഫുൾ ബോറടി ആയിരുന്നു. ആദ്യത്തെ 2 ആഴ്ചയൊക്കെ ഒന്ന് എൻജോയ് ചെയ്തൊക്കെ ചെയ്തിട്ടുള്ളൂ. ഐ മീൻ മൊത്തത്തിൽ വെക്കേഷൻ അടിപൊളിയാണ്. പക്ഷെ പറയുമായിരുന്നു, ഒരു ഏപ്രിലൊക്കെ ഒരു പകുതി തൊട്ട്, മാർച്ച് 2 ആഴ്ച കഴിഞ്ഞ് ഏപ്രിൽ ഒരു ഓൾമോസ്റ്റ് ഓൾ ദ വീക്സ്, ഒരു 3/4 ആഴ്ചകളും ഐ വാസ് സോ ഫീലിംഗ് ലോ. അതായത് എന്ത് ചെയ്യണം എന്നറിയില്ല. ഇപ്പം ഞാൻ ആലോചിക്കുമായിരുന്നു, നമുക്കിപ്പം ആ സമയത്ത് നിങ്ങൾ ആലോചിച്ച് നോക്കണം എത്ര ബോറടിയാണ്. അതായത് നമുക്കിപ്പോൾ ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ, എക്സാം ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് എന്തെങ്കിലും പഠിക്കുകയോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ക്ലാസ് ഉണ്ടായിരുന്നെങ്കിൽ ഹോംവർക്കോ എന്തെങ്കിലും ചെയ്യാമായിരുന്നു. ബട്ട് ഇപ്പം അതും ഇല്ല. അതായത് അത്രയ്ക്ക് ബോറടി ആയിട്ട് ഞാൻ ചിന്തിക്കുമായിരുന്നു, സ്കൂൾ എങ്ങനെ തുറക്കണം, എന്നാലാണ് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എന്ന്. ആ സമയത്താണ് എനിക്ക് ഒരു ഷൂട്ടിംഗ് സ്റ്റാർ എന്നൊക്കെ നമ്മൾ പറയില്ലേ, ഷൂട്ടിംഗ് സ്റ്റാർ അല്ലെങ്കിൽ ഒരു ഏഞ്ചൽ, കുറച്ച് ക്രിഞ്ചായി പോകുമെന്നറിയാം, എന്നാലും ഞാൻ പറയുവാണ്. എനിക്ക് അത്രയ്ക്ക് എൻ്റെ ഈ ഒരു വെക്കേഷൻ, പ്രത്യേകിച്ച് എടുത്തു പറയാനാണെങ്കിൽ എൻ്റെ ഈ ഒരു വെക്കേഷൻ കളർഫുൾ ആക്കി, ഇത്രയും ക്രിയേറ്റീവ് ആക്കി എന്നെ ആ ഒരു ചിന്തിപ്പിച്ച ആ ഒരു ചാനലുണ്ട്. മേ ബി മെനി ഓഫ് യു ഹാവ് നോൺ ദിസ് ചാനൽ, Zahra's Edition. യെസ്, Zahra's Edition. ഞാൻ ഈ ചാനൽ ഒത്തിരി ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. എനിവേസ് ഐ ഹാവ് ടു. ഞാൻ എൻ്റെ ഒരു 9th grade സമയത്ത് തൊട്ട് ഞാൻ ഈ ചാനൽ കാണാറുണ്ട്. ദിസ് ഇസ് നോട്ട് ബേസിക്കലി പ്രൊമോട്ടിങ് ഒരു ചാനൽ അല്ലെങ്കിൽ ആ ചാനൽ. ഓക്കെ, ഞാനിത് ചാനലിൻ്റെ പേര് പറയുന്നതുകൊണ്ട് ആരും ഒന്നും വിചാരിക്കണ്ട. എനിക്ക് അത്രയ്ക്ക്
ഇൻസ്പിറേഷൻ ഇൻസ്പോ ഒക്കെ ഒരു തന്നുകൊണ്ട് ഞാൻ ആ ഒരു ഇത് പറയുവാണ്. യെസ്, അപ്പം ഏകദേശം ഒരു 2 വർഷം ഞാൻ പറഞ്ഞില്ല, ഇപ്പം ഞാൻ 11th-ലാണ്. അപ്പോൾ ഒരു 11th അല്ല സോറി, ഒരു 2 ഇയേഴ്സൊക്കെ 9th 10th ഇപ്പോൾ 3 years ആവുന്നു. 2 years ആ ചാനൽ എനിക്ക് ഒരുപാട് ബെനിഫിഷ്യൽ ആയിട്ടുണ്ട്. എന്ന് പറയുമ്പോൾ ആ ചേച്ചി ചെയ്യുന്ന കോണ്ടൻറ്റ്സ് ആണ്, നിങ്ങൾക്ക് വേണമെങ്കിൽ യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. അതുകൊണ്ടാണ് ഞാൻ ആ ചാനൽ പറഞ്ഞത്. ഇറ്റ്സ് നോട്ട് പ്രൊമോട്ടിങ്. ഓക്കെ, ഞാനത് എൻ്റെ സെൽഫ് പ്രൊമോട്ടിംഗ് ആണ്, പെയ്ഡ് പ്രൊമോഷനൊന്നും അല്ല ഇത്. നോ പെയ്ഡ് പ്രൊമോഷൻ, ആരും അങ്ങനെ വിചാരിക്കേണ്ട. ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ടാഗ് ചെയ്ത് കൊടുക്കും. ഐ എം ജസ്റ്റ് എ ബിഗിനർ. ഞാൻ പെയ്ഡ് പ്രൊമോഷൻ ഒന്നും ചെയ്യാൻ തന്നെ തുടങ്ങിയില്ല. പെയ്ഡ് പ്രൊമോഷനേ അല്ല കേട്ടോ, ആരും ഒന്നും വിചാരിക്കില്ല. ദിസ് ഈസ് ജസ്റ്റ് എ സെൽഫ് പ്രൊമോഷൻ. എനിക്കിത് പറയണം തോന്നി, അപ്പോൾ അതുകൊണ്ട് പറയുന്നതാണ്. കുറേ ആയി ഞാൻ ഈ വീഡിയോ എടുത്ത് വെക്കുന്നു. ഓക്കെ, അപ്പം യെസ്, അപ്പം ഏപ്രിൽ ഒരു 29th ടു ബി മോർ സ്പെസിഫിക്, എനിക്ക് 29th ആണെന്ന് തോന്നുന്നു. ഐ ഡോണ്ട് എക്സാക്ട്ലി ഞാനത് എക്സാക്ട്ലി റിമെമ്പർ ചെയ്യുന്നില്ല. ഏപ്രിൽ 29th ആണെന്ന് തോന്നുന്നു. അന്ന് ആളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ആളുടെ ചാനലിൽ, സാറ എഡീഷനിൽ. ഒരു ഞാനിപ്പോൾ കറക്റ്റ് പറയുന്നില്ല, അങ്ങനെ പറയരുതല്ലോ, അങ്ങനെ പറയുന്നില്ല. മേ ബി യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ആളൊരു ചലഞ്ച് സ്റ്റാർട്ട് ചെയ്തു. ചലഞ്ച് അല്ല, ഇറ്റ് വാസ് എ ജേർണി, സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേർണി എന്നായിരുന്നു അത് വിളിക്കുന്നത്. ഈ ചലഞ്ച് ലോഞ്ച് ആയപ്പോൾ തന്നെ, അല്ലെങ്കിൽ ഈ വീഡിയോ വന്നപ്പോൾ തന്നെ, ഐ ഫെൽറ്റ് എ ട്വിങ്കിൾ ഇൻ ദ ഹാർട്ട്. ഐ എം നോട്ട് ജോക്കിങ്, ഞാൻ സീരിയസ്ലി പറയുക. ഈ ഒരു വീഡിയോ ഇട്ടപ്പോൾ തന്നെ, ദാറ്റ് ഡേ ഈ വീഡിയോ കഴിയുമ്പോൾ എൻ്റെ മുഖത്തൊരു സ്മൈൽ ഉണ്ടായിരുന്നു. വെറും സ്മൈലല്ല, ബട്ട് സംതിങ് ദാറ്റ് ആരൊക്കെയോ നമ്മളെ മനസ്സിലാക്കുന്നുണ്ട്, നമ്മുടെ അവസ്ഥ അവർ മനസ്സിലാക്കുന്നുണ്ട്. മേ ബി ഇറ്റ്സ് സ്മോൾ, പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്കതൊരു വലിയ കാര്യമാണ്. അതാണ് ഞാൻ ഇത്ര ഇതാക്കി പറയുന്നത്. മേ ബി ഈ വീഡിയോ കാണുന്നവർ പലവരും ആ ചാനൽ കണ്ടിട്ടുണ്ടാവും. അപ്പം അങ്ങനെയാണെങ്കിൽ താങ്ക് യു സോ മച്ച് സേറ. ഈവൻ ദോ പ്രായം കൊണ്ട് മൂത്തതാണെങ്കിലും നമ്മളെല്ലാവരും ഒരേ ഒരു ഒക്യുപ്പേഷൻ, ഒരു പ്രൊഫഷനാണല്ലോ യൂട്യൂബിങ്. അതുകൊണ്ട് താങ്ക് യു സോ മച്ച് സേറ. അപ്പം ഇനിയുണ്ട് കേട്ടോ, ഒരുപാടുണ്ട് പറയാൻ വേണ്ടിയിട്ട്. ഈ ഒരു വീഡിയോയിൽ മൊത്തം നിൽക്കത്തില്ല ഞാൻ. ഐ വിൽ ട്രൈ ടു മേക്ക് ദിസ് വീഡിയോ സ്മോൾ ആസ് ഐ ക്യാൻ, പക്ഷെ സ്മോൾ ഐ ഡോണ്ട് തിങ്ക്. അപ്പം ഇത് സ്ക്രിപ്റ്റ് ഒന്നും വെച്ച് ഞാൻ ഉണ്ടാക്കിയതല്ല, ഓൺ സ്പോട്ടിൽ പറയുന്നതാണ്. അതാണ് ഞാൻ കുറച്ച് ചിന്തിച്ച് പറയുന്നത്. അപ്പോൾ അതുപോലെ ഫസ്റ്റ് വീഡിയോ ഇട്ടു. ഞാൻ ഒത്തിരി അതിനെപ്പറ്റി ഈ ഒരു വീഡിയോയിൽ ഭയങ്കര ആളുടെ ചാനൽ എന്താണ് സംഭവം, അതെന്താണ്, അങ്ങനെ ഞാൻ പറയുന്നില്ല. യു ക്യാൻ ചെക്ക് ഇറ്റ് ഔട്ട്. ഞാൻ പറഞ്ഞു ഓൾറെഡി ചാനലിൻ്റെ പേര് സാറാസ് എഡീഷൻ ആണ്. ഓക്കെ, അപ്പം ഇതിൻ്റെ ഒരു മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് തന്നെ, ഇത് മനസ്സിലാകാത്തവർക്ക് വേണ്ടി പറയാം. സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത് ഇറ്റ്സ് നോട്ട് എ ചലഞ്ച്. ഇറ്റ്സ് നോട്ട് നമ്മൾ മറ്റുള്ളവരായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതല്ല, നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്നതാണ്. അതായത് നമ്മൾ എന്തെങ്കിലും ലാക്ക് ചെയ്യുന്നു, നമ്മൾ എന്തെങ്കിലും പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്യുന്നു, എന്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടോ അത് നമ്മൾ സെൽഫ് അവെയർ ആവുക. ഫസ്റ്റ് സ്റ്റെപ്പ് അതാണ്, നമ്മൾ അതിൽ സെൽഫ് അവെയർ ആവുക. ബേസിക്കായിട്ട് പറഞ്ഞാൽ നമ്മൾ സ്ട്രെങ്ത് വീക്ക്നെസ് അനലൈസ് ചെയ്യില്ലേ, ആ ഒരു സംഭവം. അതായത് ഇപ്പം എൻ്റെ ഒരു കേസ് എടുക്കുവാണെങ്കിൽ ഞാൻ എന്ത് നന്നായിട്ട് ചെയ്യുന്നു, അതാണ് എൻ്റെ സ്ട്രെങ്ത്. അതാണല്ലോ, ഞാൻ ഡ്രോയിങ് ചെയ്യും, എഴുതും, വായിക്കും, അങ്ങനെ ബേസിക് സംഭവങ്ങളുണ്ട്. പക്ഷെ എൻ്റെ വീക്ക്നെസ് പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ മാത്സ് എൻ്റെ സബ്ജക്റ്റായിട്ട് എടുത്തിട്ടില്ല, പക്ഷെ മാത്സ് എനിക്കൊരു വീക്ക്നെസ് ആണ്, ഇപ്പോഴും അതൊരു വീക്ക്നെസ് ആണ്. അതുപോലെ അക്കൗണ്ടൻസി ഇപ്പം എനിക്ക് കറക്റ്റ്ലി പറയാൻ പറ്റില്ല, കാരണം സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ. വീക്ക്നെസ് ആണെന്ന് ഇപ്പോൾ പറയാൻ പറ്റില്ല, എന്നാലും ഇപ്പോൾ ഒരു ചെറിയ സ്ട്രഗിളിങ് ഉണ്ട്. അപ്പം ഇതൊക്കെ നമ്മൾ എന്തെങ്കിലും സ്ട്രഗിൾ ചെയ്യുന്നു അത് കണ്ടെത്തി അതിൽ ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതാണ് ഈ ഒരു സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി എന്ന് പറയുന്നത്. ഇതൊരു ചലഞ്ച് അല്ല, നമ്മളുമായിട്ട് കോമ്പീറ്റ് ചെയ്യുന്ന ഒരു സ്പേസാണ്. അപ്പം ഇതിന് വേണ്ടിയിട്ട് ഗൂഗിൾ ഫോമിൽ കുറച്ച് ഒരു ഗ്രൂപ്പ്, ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനും അതിലുണ്ടായിരുന്നു. അതാണ് ഞാനിത് എടുത്ത് പറയുന്നത്. ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി തുടങ്ങി. ഫസ്റ്റ് ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങി അല്ലേ, ഐ തിങ്ക് സോ. ഞാൻ കറക്റ്റായിട്ട് അത് ഓർക്കുന്നില്ല, എനിക്ക് എങ്ങനെ ഇത് പറയണം എന്നറിയില്ല. ഓക്കെ, വാട്സപ്പ് ചാനൽ തുടങ്ങി ഫസ്റ്റ്.
അതിലിങ്ങനെ മോട്ടിവേറ്റിംഗ് ആയിട്ട് കോട്ട്സ്, മൈൻഡ് സെറ്റിൻ്റെ കുറച്ച് ഇമ്പ്രൂവ്മെൻറ്റ് കാര്യങ്ങൾ, ക്വസ്റ്റ്യൻസ്, പോള്, അങ്ങനെ കുറേ കാര്യങ്ങൾ നല്ല രീതിക്ക് തന്നെ പോകുന്നുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു സമയത്ത് എനിക്ക് തന്നെ പറയാൻ പറ്റുമായിരുന്നു എൻ്റെ ഡേയ്സൊക്കെ ചേഞ്ച് ആയി. ഇതാണ് എൻ്റെ മെയിൻ ഉദ്ദേശം ഈ വീഡിയോ പറയുന്നത്. എൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഇതുപോലെ ഈ ഒരു ചാനൽ കണ്ടിട്ട് യൂസ്ഫുൾ ആയെങ്കിൽ ജസ്റ്റ് വാച്ച് ദാറ്റ് ചാനൽ. ഞാൻ പറയാറ് ഇതൊരു പെയ്ഡ് പ്രൊമോഷനും അല്ല, ഞാനിതെൻ്റെ സെൽഫായിട്ട് പറയുന്നതാണ്. ഡോണ്ട് തിങ്ക്, ഓക്കെ, നെവർ തിങ്ക് ലൈക്ക് ദാറ്റ്. ഞാൻ സെൽഫായിട്ട് പറയുന്നതാണ്. നിങ്ങൾക്ക് എൻ്റെ സബ്സ്ക്രൈബർ കൗണ്ട് തന്നെ നോക്കി അറിയാൻ പറ്റും. 42 സബ്സ്ക്രൈബേഴ്സ് ആണ് ഉള്ളത്. അപ്പം വ്യൂസ് ഇപ്പം കിട്ടുന്നുണ്ട് കുറച്ച്. സോ താങ്ക് യു സോ മച്ച്. അപ്പം ഞാൻ അത്ര പെയ്ഡ് പ്രൊമോഷൻ ചെയ്യാനേ ആയിട്ടില്ല. എനിക്കങ്ങനെ ചെയ്യണം എന്ന് എനിക്കങ്ങനെ താല്പര്യമില്ല. എൻ്റെ ക്രിയേറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നു. ഈ ഭാവിയിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലാ ബ്ലാ ബ്ലാ, എനിക്കറിയില്ല. ഓക്കെ, ലെറ്റ്സ് ഫോക്കസ് ഓൺ പ്രസന്റ് മൊമെന്റ്. അപ്പം എവിടെയാണ് പറയാൻ നിർത്തിയത്? അതായത് ആള് സേറ ഒരു വാട്സപ്പ് ചാനൽ ആദ്യം ക്രിയേറ്റ് ചെയ്തു. നന്നായിട്ട് പോകുന്നുണ്ടായിരുന്നു. ഓക്കെ, റെസ്പോൺസൊക്കെ എൻ്റെ ഭാഗത്തുനിന്ന് ഞാൻ നല്ല റെസ്പോൺസ് ആയിരുന്നു. ബാക്കിയുള്ളവർ നോക്കുവാണെങ്കിലും നല്ലൊരു റെസ്പോൺസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഒരു കമ്മ്യൂണിറ്റി സ്റ്റാർട്ടാക്കി. കമ്മ്യൂണിറ്റി എന്ന് പറയുമ്പോൾ ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഇതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു എല്ലാവർക്കും, ഇപ്പം ഇൻക്ലൂഡിങ് മീ ഓൾസോ, ഒരു ചേഞ്ച് കൊണ്ടുവന്നത് ആളൊരു പുതിയ ചാനൽ ഇതിനു വേണ്ടി ഉണ്ടാക്കി. ദ നെയിം ഈസ് ഗ്രോത്ത്ലി. യെസ്. അപ്പം ഈ ഗ്രോത്ത്ലി എന്ന് പറയുന്നത് ഇതിൻ്റെ പേര് വാട്ട് ഇറ്റ് മേക്സ് ഡിഫറെൻറ്റ് എന്ന് എനിക്ക് തോന്നുന്നത് ഇതിൻ്റെ ആ ഒരു സോറി, ഐ എം ഔട്ട് ഓഫ് വേർഡ്സ് സംടൈംസ്. ഇതിൻ്റെ ആ ഒരു നമ്മൾ ഗ്രോത്താണ് ഫോക്കസ് ചെയ്യുന്നത് ഇവിടെ മെയിനായിട്ട്. ഗ്രോത്ത്, പ്രോഗ്രസ്, കൺസിസ്റ്റൻസി, ഇതാണ് ഇവിടെ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുന്നത്. അങ്ങനെ അപ്പം ആ ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നോക്കുമ്പോൾ ഇറ്റ്സ് ആക്ച്വലി ഗ്രാജുവൽ ഗ്രോത്ത്. ഇപ്പം എനിക്ക് തോന്നുന്നു she got 300 something subscribers if I'm not wrong. Yeah. ഇതൊക്കെ ഒരു രസമുണ്ട്, ഞാൻ പറയാം. ഇപ്പം ഇവിടം വരെ എത്തിയിട്ടുള്ളൂ. ഒരു കഥ നമ്മൾ പറയുകയാണല്ലോ. ഐ എം ട്രൈങ് ടു മേക്ക് ഇറ്റ് ഫാസ്റ്റ് ആസ് ഐ ക്യാൻ. പക്ഷേ എനിക്കത് ഞാൻ ആ ഒരു മെമ്മറിയിലേക്ക് പോവുകയാണ്. എനിക്കത് എങ്ങനെ പറയണം എന്നറിയില്ല. യൂഷ്വലി ഞാനൊരു സ്ലോ സ്പീക്കറാണ്. അതിൻ്റെ ഒരു കാര്യങ്ങൾ. ഓക്കെ, അപ്പം അങ്ങനെ ഗ്രോത്ത്ലി തുടങ്ങി. അപ്പോൾ ഗ്രോത്ത്ലിയിൽ ഇതിനെപ്പറ്റി തന്നെയായിരുന്നു വീഡിയോസ്. അതായത് സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ജേർണി എങ്ങനെ പോകുന്നു. അതായത് ഓരോ ആഴ്ച കഴിയുമ്പോഴേക്കും, എല്ലാ ആഴ്ചയല്ല, ഒരു 15 days കഴിയുമ്പോൾ ആളൊരു വീഡിയോ ഇടും. എങ്ങനെ പോകുന്നു കാര്യങ്ങൾ, എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നത്, എങ്ങനെ ഹൗ തിങ്സ് വർക്ക്ഡ് ഔട്ട് ഫോർ ഹർ. അങ്ങനെ ഞാനും ആ വീഡിയോസൊക്കെ മിസ് ചെയ്യാതെ തന്നെ കാണുമായിരുന്നു. അത് കണ്ടില്ലെങ്കിൽ ഐ എം നോട്ട് ടോക്കിംഗ് ഇറ്റ് ആസ് എൻ അഡിക്റ്റീവ് അബ്യൂസ്, അങ്ങനെയൊന്നും അല്ല പറയുന്നത്. പക്ഷേ ഒരു ഡോപ്പമിൻ റീസെറ്റ് എന്നൊക്കെ പറയില്ലേ, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞാൽ. എന്താ നമ്മൾ പറയില്ലേ, എന്നെല്ലാം ഒന്ന് സെറ്റായി, ആ ഒരു ഫീലിംഗ് ആയിരുന്നു എനിക്ക് ഓരോ വീഡിയോ കാണുമ്പോൾ. പിന്നെ വേറെ കാര്യം, നമ്മൾ ആക്ഷൻസ് എടുക്കുമ്പോൾ നമുക്കത് കിട്ടും. ആക്ഷൻസ് എടുക്കണം നിങ്ങൾ. ഓക്കെ, ഇങ്ങനത്തെ ചലഞ്ചസ് ഒക്കെ ചെയ്യുവാണെങ്കിൽ നമ്മൾ ആക്ഷൻസ് എടുത്തില്ലെങ്കിൽ നമുക്കത് തോന്നും എന്ത് മടുപ്പാണ്. പിന്നെ നമ്മളത് അനലൈസ് ചെയ്യണം. ഇത് എന്തിനാണ് ചെയ്യുന്നത്, നമുക്കിത് എങ്ങനെ വർക്കാവും, അങ്ങനെയൊക്കെ ചിന്തിക്കണം. അപ്പം ഞാൻ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്ന, ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് വേറെ പണിയൊന്നുമില്ല. പണിയില്ല എന്ന് വെച്ചാൽ ഫുൾ ബോറടിയാണ്. എനിക്ക് എന്ത് ചെയ്യണം എന്നറിയില്ല. എനിക്ക് അത്രയ്ക്ക് സോറി, ഞാൻ ഐ എം നോട്ട് ഗ്രഡ്ജിങ്, പക്ഷേ എനിക്ക് അത്രയ്ക്ക് ദേഷ്യവും അസ്വസ്ഥതയും മീൻസ് മൊത്തത്തിലൊരു ഇറിറ്റേഷൻ ആയിരുന്നു. കാരണം ഇങ്ങനെ എപ്പോഴും ഈ ഒരു വീടിൻ്റെ അകത്ത് തന്നെ നമ്മളിങ്ങനെ ഇരിക്കുവാണ്. അപ്പം മൊത്തം ഒരു കാര്യം അങ്ങനെ ഒരു എയിമൊന്നും ഇല്ല ചെയ്യാൻ, അല്ലെങ്കിൽ ഇന്ന കാര്യം എന്നില്ല, എന്തെങ്കിലും ചെയ്യും. അപ്പം അതിന് മുമ്പൊക്കെയാണെന്ന് പറഞ്ഞാലും ഞാൻ പറയാമല്ലോ, ഞാൻ നന്നായിട്ട് സ്ക്രോൾ ചെയ്യുമായിരുന്നു. യെസ്, നന്നായിട്ട് സ്ക്രോൾ ചെയ്യും. ഇൻസ്റ്റഗ്രാമൊക്കെ ആളും ഒത്തിരി കാണില്ലേ, രാത്രി കാണുന്ന സമയത്ത് ഒത്തിരി ഇങ്ങനെ ഇരുന്ന് കാണും. പിന്നെന്താ യൂട്യൂബ് തന്നെയാണ്. ആവശ്യമില്ലാത്ത കുറേ വീഡിയോസ്, ആവശ്യമില്ലാത്ത മീൻസ് അങ്ങനെയല്ല, കുറേ ടൈം ഞാനിങ്ങനെ സ്പെൻഡ് ചെയ്യും, ഒന്നും ചെയ്യാനില്ല. പിന്നെ എൻ്റെ ഡേയ്സ് ഒന്നും മീനിങ് ഫുള്ളേ അല്ലായിരുന്നു. എന്തിനോ വേണ്ടി ചെയ്യുന്നു. അതായത് രാവിലെ എണീക്കുന്നു. നമ്മൾ വളരുമ്പോൾ നമ്മുടെ ബിഹേവിയറും ആക്ഷൻസും തോട്ട്സും എല്ലാം അതനുസരിച്ച് വളരണമല്ലോ. അപ്പം എന്നെ ഈവൻ ഇഫ് ഐ വാസ് ഇൻ 11th അല്ലെങ്കിൽ 11th
അപ്പോൾ 11th എൻ്റെ ആക്ഷൻസ് അല്ലെങ്കിൽ എൻ്റെ റുട്ടീൻ എന്ന് പറയുന്നത് ഒരു 7th ഗ്രേഡ് സ്റ്റുഡൻ്റ് ഒക്കെ പോലെയാണ്. കറക്റ്റാണെന്നല്ല, എന്നാലും അതുപോലെ. പിന്നെ ഇതിൻ്റെ ഇടയ്ക്കും ഞാനിങ്ങനെ സ്ട്രീമിൻ്റെ സെലക്ഷൻ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായിരുന്നു, വീഡിയോസൊക്കെ കാണുന്നത്, അതൊക്കെ വിടും. അപ്പം മെയിൻ സംഭവം ഇതായിരുന്നു, ഒരു എയിം ഇല്ല മൊത്തത്തിൽ. എന്തിനു ചെയ്യുന്നു, വെക്കേഷനൊക്കെ അങ്ങ് പോട്ടെ, ഇനി സ്കൂളിൽ ഒരു ഇത് തോന്നില്ല അങ്ങനെ. ഇപ്പം ഞാനിത് പറയുമ്പോൾ കുറേ പേര് വിചാരിക്കും പണിയൊന്നും ഇല്ലാഞ്ഞിട്ടാണോ, വെറുതെ എന്നിട്ടാണോ ഈ വീഡിയോ ഒക്കെ ക്രിയേറ്റ് ചെയ്യുന്നത്, അങ്ങനെയല്ല. പക്ഷേ എനിക്ക് മാത്രമേ അറിയൂ, അല്ലെങ്കിൽ മേ ബി അത്രയും മനസ്സിലാക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ അറിയാൻ പറ്റും എത്രമാത്രം എനിക്കത് ചാനൽ, അല്ലെങ്കിൽ ഈ ഒരു ചാനൽ എന്നല്ല, ഈ ഒരു പേർപ്പസ് അല്ലെങ്കിൽ ഈ ഗ്രോത്തിൽ തുടങ്ങിയത് എന്നെ സംബന്ധിച്ച് എനിക്കൊരു മൊത്തത്തിലൊരു ഓപ്പർച്യൂണിറ്റി. അത് ഇപ്പോഴും എൻ്റെ ക്ലാസ്സസ് ഇത്രയും തുടങ്ങിയിട്ടും എനിക്ക് പല കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഐ എം ഫീലിംഗ് ദിസ് മൈൻഡ് സെറ്റ്, അല്ലെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ആവണം, ഗ്രോ ആവണം, അല്ലെങ്കിൽ അവർ പറയുന്ന കാര്യങ്ങൾ, ക്രിയേറ്റർ പറയുന്ന കാര്യങ്ങൾ എത്രമാത്രം എൻ്റെ ലൈഫിൽ വരണം, അനലൈസിങ്, മൊത്തത്തിൽ അത് ഞാൻ പറയല്ലോ, ഗോ ആൻഡ് ചെക്ക് ഔട്ട് ഹർ ചാനൽ, യു വിൽ അണ്ടർസ്റ്റാൻഡ് വാട്ട് ഐ മീൻ. ചിലപ്പോൾ എന്നേക്കാൾ നന്നായിട്ട് അവൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, യെസ്. അപ്പം ഇത് സാറ ഇത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഞാൻ ആളോട് റീസെൻ്റായിട്ട് മെസ്സേജ് ഇട്ടു, ഞാനെല്ലാം പറയുന്നുണ്ട്. റീസെൻ്റായിട്ട് ആൾ എന്നോട് ഇങ്ങോട്ട് മെസ്സേജ് ഇട്ടു, നമ്മൾ ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് ഈ സെൽഫ് ഇമ്പ്രൂവ്മെൻറ്റ് അങ്ങനെ പോയി. അത് അതിൻ്റെ ഒരു സ്റ്റോറിയാണ്. മെയ് ഒക്കെ നന്നായിട്ട് തന്നെ പോയി കേട്ടോ. ഞാനും നന്നായിട്ട് ആക്റ്റീവ് ആവുന്നതുകൊണ്ട് എനിക്കും അതൊത്തിരി ഒരു സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ മെമ്പേഴ്സ് ആണെങ്കിലും എല്ലാവരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കോൺട്രിബ്യൂട്ട് ചെയ്ത്, ഐ മീൻ എല്ലാവരുടെയും സോറോസും ജോയും സപ്പോർട്ടും ഗൈഡൻസും എല്ലാം കിട്ടുന്നുണ്ടായിരുന്നു, തിരിച്ചങ്ങോട്ടും എല്ലാം ഉണ്ടായിരുന്നു. അപ്പം ആ മെമ്പേഴ്സും അവരിത് കാണുന്നുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇപ്പം ഞാൻ ഒരുപാട് ഡൗട്ടുകളാണ് ചോദിച്ചിട്ടുണ്ട്, അപ്പം എല്ലാം ചോദിച്ചിട്ടുണ്ട്. അപ്പം ഒരുപാട് സങ്കടങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വിഷമങ്ങൾ, അല്ലെങ്കിൽ ചലഞ്ചസ്, നമുക്ക് ഇങ്ങനെ ഇത് ചെയ്യണം, ഇപ്പോൾ പ്രൊക്രാസ്റ്റിനേറ്റ് ചെയ്ത സമയത്ത് ഇങ്ങനെ, അല്ലെങ്കിൽ എങ്ങനെ അത് ഓവർകം ചെയ്യണം, അല്ലെങ്കിൽ ഈ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെ മാറ്റണം, അതെല്ലാം പഠിപ്പിച്ചിട്ടുണ്ട്, ഇൻക്ലൂഡിങ് സാര ആൻഡ് ദീസ് മെമ്പേഴ്സ്. സോ ഇഫ് യു വാച്ചിങ്, ഞാൻ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട് താങ്ക് യു സോ മച്ച്. അപ്പം യെസ്, അപ്പം ഇതിങ്ങനെ കണ്ടിന്യൂ ആയി പോയി. ഒരു മെയ്, ഇഫ് ഐ എം നോട്ട് റോങ്, ജൂൺ ആണെന്ന് തോന്നുന്നു, മെയ്യോ ജൂൺ ഐ തിങ്ക് ഫസ്റ്റ് വീക്കാണോ, ജൂൺ, എനിക്ക് 4th ആണ് ക്ലാസ് തുടങ്ങിയത്. ഐ ഡോണ്ട് തിങ്ക് സോ, ഐ തിങ്ക് ജൂൺ ആണെന്ന് തോന്നുന്നു കേട്ടോ, ഐ ഡോണ്ട് നോ. ഓക്കെ, നന്നായിട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ഞാനാണെങ്കിൽ ആക്റ്റീവായിട്ട്, ഐ എം നോട്ട്, എന്നെ തന്നെ പുകഴ്ത്തുമല്ല, പക്ഷെ ഞാൻ ആക്റ്റീവായിട്ട് തന്നെ ഞാൻ ചെയ്യുന്നുണ്ടായിരുന്നു. ഒരു ദിവസം ഞാൻ ഫോൺ എടുത്ത് വെറുതെ എന്തിനോ ഞാൻ നോക്കി, ഞാൻ നോക്കിയപ്പോൾ പേഴ്സണലായിട്ട് ഒരു മെസ്സേജ്, ഏത്, ഈ നമ്മുടെ സാരയുടെ. സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി, ഉള്ള കാര്യം പറയാം, എനിക്ക് സന്തോഷമായി. ഞാൻ ജോക്ക് ചെയ്യുന്നില്ല, അല്ലാണ്ട് അയ്യോ ഞാൻ പേടിച്ച് പോയി ഇവരാദ്യം, അങ്ങനെ ഞാൻ ഉള്ള കാര്യം ഞാൻ പറയാം. എനിക്ക് സന്തോഷമായി, കാരണം ഞാൻ ഇപ്പോഴും ചിന്തിച്ചിട്ടുണ്ട്, ഞാനത് എനിക്ക് തോന്നുന്നു സാരയുടെ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു, എപ്പോഴും ഞാൻ ചിന്തിച്ചിട്ടുണ്ട് എന്തെങ്കിലും ചേച്ചി, ഓക്കെ എന്നെക്കാൾ മൂത്തതാണ്, അതാണ് ഞാൻ ചേച്ചി എന്നിടയ്ക്ക് റെഫർ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ചേച്ചി ഞാൻ എപ്പോഴെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അതെനിക്കൊരു ഭയങ്കര ഒരു പ്രോഗ്രസ് ആയിരിക്കും, അല്ലെങ്കിൽ എനിക്കത് അത്രയും എനിക്ക് ഹാപ്പിയാണ്, എനിക്ക് ഹാപ്പിനെസ് വരും. അപ്പം ഈ മെസ്സേജ് ഇട്ടപ്പോൾ തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമായി. ആ ഒരു ഇത് കണ്ടപ്പോൾ തന്നെ നോക്കുമ്പോൾ ഒരു വലിയ മെസ്സേജ്, ലോങ് മെസ്സേജാണ്. ഞാനത് വായിച്ചു. എടാ, ഐ വാസ് സോ ഇമോഷണൽ ആയിപ്പോയി. പെട്ടെന്ന് നമ്മുടെ മറ്റേ മൈൻഡിലെ ഫ്രണ്ട്ഷിപ്പ് ഡോറൊക്കെ ഓപ്പൺ ആയി, അങ്ങനത്തെ ഒരു ഫീലാണ്. പിന്നെ ശരിക്കും എനിക്ക് ഇതിൽ നിന്നൊരു കാര്യം മനസ്സിലായി, നമ്മൾ ഈ ഓഫ്ലൈൻ ആയിട്ട് നമ്മൾ വിചാരിക്കും ഈ ഫ്രണ്ട്ഷിപ്പൊക്കെ നമുക്ക് ഓഫ്ലൈൻ ആയിട്ടേ വരൂ, അതാണ് സെറ്റ് ആവുന്നത്. അങ്ങനെയൊന്നുമില്ല. ഈ വെർച്വലായിട്ട് നമുക്ക് ഒരുപാട് ഫ്രണ്ട്ഷിപ്പ് നമുക്ക് നേർച്ചർ ചെയ്യാൻ പറ്റും, ഒരുപാട് ഗ്രോ ആക്കാൻ പറ്റും. ഓക്കെ, മേ ബി ബ്രേക്കായി പോകുമ്പോൾ ഒരു പീരീഡ് ആയി, പക്ഷേ ഫ്രണ്ട്സിനെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ എല്ലാ വെർച്വൽ ഫ്രണ്ട്സും ഒരു നമ്മൾ ഇൻസ്റ്റയിലൊക്കെ നമ്മൾ പറയുമല്ലോ, ഇൻസ്റ്റയിൽ കാണുന്ന ഫ്രണ്ട്സ്, യൂട്യൂബിൽ കാണുന്ന ഒരു ഫ്രണ്ട്സ് ഇതെല്ലാം. പക്ഷെ അങ്ങനെയല്ല. ഇപ്പോഴും ഞാൻ ഓക്കെ ലീവ് ഇറ്റ്. ഞാൻ എന്നെ തന്നെ ഭയങ്കര ജസ്റ്റിഫൈ ചെയ്യാനല്ല, അല്ലെങ്കിൽ ഭയങ്കര
പൊക്കത്ത് കയറ്റാനല്ല നോക്കുന്നേ. ഞാൻ പറയുവാണ്, എനിക്ക് അത്രയ്ക്ക് ഒത്തിരി സന്തോഷമായി ചേച്ചി ഈ ഒരു മെസ്സേജ് ഇട്ടപ്പോൾ. ഒരു വലിയ മെസ്സേജ് ആയിരുന്നു അത്രയും ടൈപ്പ് ചെയ്യണമെങ്കിൽ. ആ മെസ്സേജിൽ ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. ഇറ്റ് വാസ് ഞാൻ എത്ര ആക്റ്റീവായിട്ട് ആ ഒരു ഗ്രൂപ്പ്, കുറേ അത്യാവശ്യം ഗ്രൂപ്പ് ഉണ്ട് നമുക്ക്. ഗ്രോത്ത്ലി റൂം, അതുപോലെ ഗ്രോത്ത്ലി റൂമാണ് നമ്മുടെ ചാറ്റിംഗ് പർപ്പസിന്. അതെല്ലാം ആ ചേച്ചി തന്നെയാണ് കോർഡിനേറ്റ് ചെയ്യുന്നത്, എഡിറ്റിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പം അതിനും ഞാനൊരു റെസ്പെക്റ്റ് കൊടുക്കുന്നുണ്ട്. കാരണം ഇതെല്ലാം ചെയ്ത് അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് തോന്നുന്നു ജെയുടെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അപ്പോൾ അത് അതിൻ്റെ ഇടയ്ക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ നമുക്കറിയാമല്ലോ, നമ്മളെക്കാൾ സീനിയർ ആയിട്ടുള്ള ഒരാൾ ഇത്രയും ഗ്രൂപ്പുകൾ മാനേജ് ചെയ്യുന്നു. അതിൻ്റെ ഇടയ്ക്ക് രണ്ട് ചാനൽ ഞാൻ പറയാം, ഒരു ചാനൽ തുടങ്ങി. അതിൻ്റെ ഇടയ്ക്ക് അവർക്കും അവരുടെ പേഴ്സണലായിട്ട് ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. അപ്പം ഐ ഡീപ്ലി റെസ്പെക്ട് എപ്പോഴും യെസ്. അപ്പം ഒരു വലിയ മെസ്സേജ്, അതായത് ഞാൻ എങ്ങനെ ആക്റ്റീവ് ആവുന്നു, ഞാൻ എങ്ങനെ ആ ഒരു ഗ്രൂപ്പുകളെ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ അതിനെ ഒരുപാട് കെയർ ചെയ്യുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അപ്പം എനിക്ക് സത്യം പറയാൻ ഒത്തിരി സന്തോഷമായി. കാരണം നമ്മൾ ആ ചെയ്യുന്ന ഒരു ചെറിയ കാര്യം, ഞാൻ സന്തോഷം കൊണ്ട് തന്നെ, സന്തോഷവും ഹാപ്പിനെസ്സും ഒക്കെ കൊണ്ട് ചെയ്യുന്നത്. അപ്പം എൻ്റെ ആ ഒരു ആക്ഷൻ എല്ലാവരെയും, പ്രത്യേകിച്ച് ഞാൻ ഏറ്റവും റെസ്പെക്ട് ചെയ്യുന്ന സേറ ആ ചേച്ചിയെ ഹാപ്പി ആക്കി, അല്ലെങ്കിൽ അതിന് റെക്കഗ്നൈഷൻ കിട്ടിയോണ്ട് എനിക്കും ഒത്തിരി ഹാപ്പിയായി. അപ്പം എനിക്കത് പറയാതിരിക്കാൻ പറ്റുന്നില്ല. ഇതായിരുന്നു ആ ഒരു മെയിൻ. എനിക്കെൻ്റെ മുഖം കാണുമ്പോൾ ചിലപ്പോൾ മനസ്സിലും അത്രയും ഹാപ്പിയാണ് ഞാൻ. എൻ്റെ ഉള്ളിൻ്റെ ഉള്ളൊക്കെ ആ സമയത്ത് ഞാൻ എവിടെയോ ആയിരുന്നു. എനിക്ക് സീരിയസ്ലി ഐ എം നോട്ട് ടോക്കിംഗ് അറൗണ്ട്, ഓക്കെ? ഞാൻ അത്രയ്ക്ക് പറയുവാണ്. യെസ്. അപ്പം അങ്ങനെ ഇട്ടു. അപ്പം ആ ദിവസം തന്നെ വി ചാറ്റഡ് ഫോർ ലോങ്. എങ്ങനെയുണ്ട്, ഞാൻ എൻ്റെ ഫീലിങ്സ് ഒക്കെ എപ്പോഴും പറയുമായിരുന്നു. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്നോട്. അതായത് ഞാൻ ഒട്ടും വിചാരിച്ചില്ല. എനിക്ക് ഇപ്പം നമ്മൾക്കാണെങ്കിലും ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു ക്രിയേറ്ററിനെയൊക്കെ നമുക്ക് അത്ര ഇൻസ്പയർഡ് ആവുകയാണെങ്കിൽ നമ്മൾ വിചാരിക്കുമല്ലോ, നമ്മളെല്ലാവരും ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മൾ വിചാരിക്കും അയ്യോ അവരെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ, സംസാരിക്കാൻ പറ്റിയിരുന്നെങ്കിൽ. അപ്പം ഇതൊക്കെ എന്നെ സംബന്ധിച്ച് എനിക്കൊരു ഭാഗ്യമാണ്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഇത് വെറുതെ ആ ഒരു മെസ്സേജിന് മാത്രമല്ല, എൻ്റെ ഡേയ്സ് അത്ര ഇമ്പ്രൂവ് ആക്കാനും. പിന്നെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ പിന്നെയും പറയും, നിങ്ങൾക്ക് കേൾക്കുമ്പോൾ മേ ബി ബോറടിക്കും. അതാണ് ഞാനിങ്ങനെ പീത്തടിക്കാതെ പറയാൻ നോക്കുന്നത്. അപ്പോൾ അതിന് താങ്ക് യു സോ മച്ച്. യാ ദെൻ അപ്പം അങ്ങനെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പോവായിരുന്നു സ്മൂത്തായിട്ട്. അപ്പം ആളെന്നോട് ഒരു മെയിൻ കാര്യം ഇതിനിടയ്ക്ക് ചോദിച്ചു, ഇഫ് യു വുഡ് ലൈക്ക്, എന്നോട് ചോദിച്ചു, ഇഫ് യു വുഡ് ലൈക്ക് ക്യാൻ യു കോർഡിനേറ്റ് വിത്ത് മീ ടു ഡു ദിസ് ഗ്രോത്ത്ലി. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം എന്നോട് ഫസ്റ്റ് ഓഫ് ഓൾ ഇതുപോലൊരാൾ നമ്മളോട് വന്ന് എൻ്റെ കൂടെ ഒന്ന് ചെയ്യാവോ എന്ന് ചെയ്യുന്നത് എനിക്ക് ഒത്തിരി സന്തോഷം. എനിക്ക് ചെയ്യാനും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഞാൻ ഉടനെ പറഞ്ഞു യെസ്, ഐ വുഡ് ഷ്യൂർലി ഹാപ്പി ടു ഹെൽപ്പ് എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഓഫർ അക്സെപ്റ്റ് ചെയ്തു. അത് കഴിഞ്ഞ് അങ്ങനെയൊക്കെ പോവായിരുന്നു. ഐ മീൻ ആ ഒരു ഗ്രൂപ്പുകളിൽ ഞാനും കോർഡിനേറ്റ് ചെയ്ത് എഡിറ്റിങ്ങും പിന്നെ ബാക്കി സെറ്റിങ്സും ഒരു ബാക്ക് റൂം കാര്യങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാനും ഹെൽപ്പ് ചെയ്ത് ചെയ്യുന്നുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്നാണ് ഈ ഒരു സംഭവം വരുന്നത്. ചേച്ചിക്ക് സേറ, ഓക്കെ, ഞാൻ എൻ്റെ ഇടയ്ക്ക് സേറ ചേച്ചി എന്നൊക്കെ ഷിഫ്റ്റ് ചെയ്യുന്നുണ്ട്. സോ ആളിത് കാണുന്നുണ്ടെങ്കിൽ ഓക്കെ, നമ്മളെല്ലാവരും ഒരേ ഒരു യൂട്യൂബ് ഒക്യുപ്പേഷൻ ആയതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് സേറ എന്ന് പറയുന്ന നെയിം യൂസ് ചെയ്യുന്നു. അപ്പോൾ ആരും അതിലൊന്നും ഇതാക്കാതിരിക്കുക. സോറി, കഫുണ്ട്. ഈ 2-3 ദിവസമായിട്ട് കുറച്ച് ചുമ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതും കുറച്ച് ഹെൽത്ത് ഇഷ്യൂസൊക്കെ കാരണം വീഡിയോ എടുക്കാൻ കുറച്ച് ലാഗായി. സോ അപ്പോൾ അങ്ങനെ പോവായിരുന്നു, ഹാപ്പി ആയിട്ട് തന്നെ പോകുന്നു ഇപ്പോഴും. അതിൻ്റെ ഇടയ്ക്ക് സേറ എന്നോട് ചോദിച്ചു, എനിക്കൊരു ഇതുണ്ട്, അതായത് അടുത്തൊരു ചലഞ്ച് ഒന്ന് സ്റ്റാർട്ട് ചെയ്താലോ എന്നുണ്ട്. ഇത് വിഷ് അല്ല, എന്തോ ഐ ഡോണ്ട് എക്സാക്ട്ലി റിമെമ്പർ ദ ടെക്സ്റ്റ് ഷീ സെൻഡ്. പക്ഷെ ഇങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു എൻ്റെ മനസ്സിലാവും. അത് ആൾ പറഞ്ഞു എനിക്കൊരു ഇങ്ങനെ ചലഞ്ച് ചെയ്യണം എന്നുണ്ടായിരുന്നു. അതായത് സെൽഫ് ഇംപ്രൂവ്മെൻറ്റ് കഴിയുന്നതിന് മുമ്പ് തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ എന്തോ പറ്റിയില്ല. അത് കഴിഞ്ഞ് എനിക്കൊരു സ്റ്റാർട്ട് ചെയ്യണം എന്നുണ്ടായിരുന്നു. പേര് പ്രോജക്റ്റ് റീബിൽഡ്. ഓഫ് കോഴ്സ് ഞാൻ പറയുന്നു, ഇത്
ആളുടെ ഐഡിയ ആണ്. ഐ വാസ് ഇൻസ്പയർഡ് ബൈ ഹർ. അത് എനിക്ക് ഇത്രയാണ് മനസ്സിലായില്ലേ. ഐ വാസ് ഇൻസ്പയർഡ് ബൈ ഹർ. ഞാൻ ട്രൂലി പറയുന്നു. അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ ആണ്. യാ, അപ്പം ഇത് ചേച്ചിയുടെ ഐഡിയ തന്നെയാണ്. അപ്പം എനിക്കിത് കേട്ടപ്പോഴും എനിക്ക് ഇഷ്ടപ്പെട്ടു. നമ്മളിങ്ങനെ ഡിസ്കസ് ചെയ്ത സമയത്ത് എനിക്ക് നല്ല ഐഡിയ ആണല്ലോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പം യെസ്, ഞാൻ പറഞ്ഞു നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഞാനും കുറച്ച് ഐഡിയാസ് കോൺട്രിബ്യൂട്ട് ചെയ്തുന്നുണ്ടായിരുന്നു. ഓക്കെ, അപ്പം അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും ചേച്ചിയുടെ ചാനൽ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം മേ ബി കുറേ പേര് നിങ്ങൾ കണ്ടു കാണും. അപ്പം എനിക്ക് കുറച്ച് കഴിയുമ്പോൾ എനിക്കിത് പറയണം. കാരണം ഇപ്പം എനിക്ക് വേണമെങ്കിൽ ചുമ്മാ പ്രോജക്ട് റേബിൾ എന്നിട്ട് എൻ്റെ തന്നെ എന്തെങ്കിലും ഫോണിലിട്ട് ക്യാപ്ഷൻ എന്തെങ്കിലും ഇട്ട് ദിസ് ഇസ് മൈ ക്രിയേഷൻ പോലെ ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിലും എനിക്ക് തോന്നുന്നു നമ്മൾ ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത് യഥാർത്ഥ ആൾക്ക് അതിൻ്റെ ഒരു ക്രെഡിറ്റ് കിട്ടണ്ടേ, അവർക്ക് അതിൻ്റെ റെക്കഗ്നൈഷൻ കിട്ടണ്ടേ. അപ്പം ദിസ് ഇസ് ഒറിജിനലി സാറാസ് ഐഡിയ തന്നെയായിരുന്നു. അപ്പം ഇപ്പം നിങ്ങൾ വിചാരിക്കും ഞാനപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നത്, പ്രോജക്ട് റേബിളുടെ എന്താ ചെയ്യാൻ പോകുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കോപ്പി ടെക്നിക്കലി നിങ്ങൾ നോക്കുവാണെങ്കിൽ കോപ്പിന്ന് മേ ബി തോന്നാം. പക്ഷെ ഞാൻ കോപ്പി അല്ല ഉദ്ദേശിച്ചത്. അതായത് ഞാൻ ടേക്കിംഗ് ദ ഐഡിയ ഫ്രം ഹർ, ബട്ട് ആ ഐഡിയ ഇറ്റ് ബിലോങ്സ് ടു ഹർ. ഓക്കെ, ഞാൻ ജെന്യുവൻലി പറയുന്നു, അത് ഇറ്റ്സ് ഹർ ഐഡിയ ഓൺലി. എനിക്ക് എൻ്റെ തലയിൽ ഇങ്ങനത്തെ ഐഡിയ ഒന്നും വരില്ല. എനിക്ക് അങ്ങനെ ചലഞ്ചസിനോടും ഞാൻ അങ്ങനെ ഈ ഒരു സമയത്ത് ഞാൻ അങ്ങനെ ചെയ്യാറില്ല. എനിക്ക് ഇഷ്ടമാണ് ചലഞ്ചസ് ചെയ്യാൻ, ബട്ട് ഒത്തിരി അങ്ങനെ ഇങ്ങനത്തെ ചലഞ്ചൊന്നും എൻ്റെ തലയിൽ വരുന്ന ഇതല്ല. അപ്പം ഇറ്റ് ബിലോങ്സ് ടു ഹർ. അപ്പോൾ ഞാൻ ഓർത്തു, ദിസ് ഈസ് ദ സ്റ്റോറി, ഇതാണ് ആ കഥ. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ കഥയൊക്കെ കേട്ടില്ലേ. ഇനി ഈ പ്രോജക്ട് റീബിൽഡ് എന്ന് പറയുന്ന സംഭവം ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നത്, എൻ്റെ ലൈഫിൽ ഞാൻ എന്താണ് മാറ്റങ്ങൾ കൊണ്ടുവരുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്കിത് എങ്ങനെ യൂസ് ചെയ്യാം, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ. ഈ പ്രോജക്ട് റീബിൽഡിൻ്റെ കൺസെപ്റ്റ് ജസ്റ്റ് ഒന്ന് പറയുകയാണെങ്കിൽ, ഞാൻ എന്താണ് ഉദ്ദേശിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുക. ഞാൻ ഇന്ന് രാവിലെ ഐ സോ എ കോട്ട്, ഐ തിങ്ക് ഓൺ ദ ഗ്രോത്ത് ലൈ ഗ്രൂപ്പ്. ഐ തിങ്ക് നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ വി ബിക്കം സ്ട്രോങ്ങർ. യെസ്, വി ഡു തിങ്സ് വിത്ത് the things we do. If the things we do നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രോങ്ങർ ആവും. അത്രയേ ഉള്ളൂ, കൺസെപ്റ്റ് അത്രയേ ഉള്ളൂ. അപ്പം അതാണ് എൻ്റെ ഒരു നമ്മൾ ചെയ്യാത്ത കാര്യങ്ങളിലേക്ക് പോകുക. ചെയ്ത കാര്യങ്ങളിലേക്ക് പോകാതെ റെപ്പിറ്റീഷൻ ആവാണ്ട് പുതിയ കാര്യങ്ങൾ ട്രൈ ചെയ്യുക. അത് ഞാൻ ഒഫീഷ്യലി ഇംപ്ലിമെൻ്റ് ആക്കുന്ന ഈ ഒരു വീഡിയോ ഇപ്പം തൊട്ടാണ്. പക്ഷേ അല്ലാണ്ട് ഞാൻ ചിന്തിച്ച് വെച്ചിട്ടുണ്ട് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം എന്നൊക്കെ. അതായത് ഇപ്പം ചെറിയ ആക്ഷൻസ് ഞാൻ ഈ ദിവസങ്ങൾ എടുത്തു. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഐ വാസ് എ പേഴ്സൺ, ഞാനങ്ങനെ മറ്റുള്ളവരുടെ യൂഷ്വലി ഞാൻ പറയുവാണ്, മറ്റുള്ളവരുടെ ഐഡിയാസിന് അങ്ങനെ ഒത്തിരി ഉടനെ ചാടിക്കയറി ഞാൻ അങ്ങനെ റിയാക്ട് ചെയ്യില്ല. ഐ ലൈക്ക് ദിസ്. ഇപ്പം ഒരു യൂട്യൂബിൽ സപ്പോസ് ഒരു റാൻഡം വീഡിയോ വന്നെന്ന് വെച്ചോ, ആരെയും ഞാൻ ഡിസ്ക്ലെയിമർ ഉണ്ട്, ഇത് ആരെയും ഉദ്ദേശിച്ചിട്ടല്ല. ഓക്കെ, വെറുതെ എന്തൊരു റാൻഡം വീഡിയോ, സപ്പോസ് എന്തെങ്കിലും ഒരു എക്സ് എന്ന് പറയുന്ന റാൻഡം വീഡിയോ ഉണ്ട്. അപ്പം സപ്പോസ് ഇവരൊരു റീസെറ്റിംഗ് മെത്തേഡ് ചെയ്തെന്ന് വെച്ചോ, ഹൗ ടു റീസെറ്റ് യുവർ ലൈഫ് എന്ന് പറയേണ്ട എന്തെങ്കിലും ചെയ്തെന്ന് വെച്ചോ, അല്ലെങ്കിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആയിക്കോട്ടെ, എന്തെങ്കിലും ഒരു ക്രിയേറ്റർ ചെയ്തെന്ന് വെച്ചോ, റാൻഡം നിങ്ങൾ ഇത് വെച്ച് എന്തെങ്കിലും സമയമുണ്ടെങ്കിൽ ദാറ്റ്സ് നോട്ട് മൈ പ്രോബ്ലം, എന്തെങ്കിലും ആയിക്കോട്ടെ. ഓക്കെ, ഐ ഡോണ്ട് വോണ്ട് ടു മിസ്ഇൻ്റർപ്രറ്റ്, അതാണ് ഞാൻ ഇങ്ങനെ പറയുന്നത്. എന്തെങ്കിലും ഒരു ഡേ ഇൻ മൈ ലൈഫോ അല്ലെങ്കിൽ എന്തൊരു ഐഡിയ ഞാൻ കണ്ടു, എനിക്ക് ഉടനെ ആ ഒരു ഐഡിയ കൺസീവ് ചെയ്യാൻ പാടായിരുന്നു. അതായത് ഞാൻ ചിന്തിക്കും, ഉടനെ എന്തിനാ നമ്മളത് എങ്ങനെയുണ്ട്, നമുക്ക് വർക്ക് ആകുമോ, അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണ്, നല്ലതാണോ, നമുക്ക് മറ്റുള്ളവർക്ക് നല്ലതാണോ, ഫ്യൂച്ചറിന് നമുക്ക് ഗുണമുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് ചെയ്താൽ പോരെയെന്ന്. സോ വാട്ട് ഐ വാസ് ടോക്കിംഗ് അബൌട്ട് വാസ് ഞാനങ്ങനെ ആരുടെയും ഐഡിയ കൺസീവ് ചെയ്യുന്ന എനിക്കങ്ങനെ ഐ ഡിഡ്ന്റ് ഫീൽ ലൈക്ക് ഇറ്റ്. പക്ഷേ
അത് ഈ ദിവസങ്ങൾ ഐ ഡിഡ്. ഇപ്പം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഞാൻ കഴിഞ്ഞ ദിവസം എനിക്ക് തോന്നുന്നു ഏതൊരു ചാനലിൻ്റെ യൂട്യൂബ് തന്നെ എന്തോ ഞാനൊരു വീഡിയോ കാണുമായിരുന്നു. അവിടെ അതിലൊരു എന്തോ ഒരു റുട്ടീൻ, ഡെയിലി റുട്ടീൻ, ഏതോ ഒരു ചാനൽ, റാൻഡം ചാനൽ. അപ്പോൾ അതിലൊരു ഡെയിലി റുട്ടീൻ എന്തോ കാണിച്ചു. യൂഷ്വലി ഐ ഡോണ്ട് മൈൻഡ് ടേക്ക് ആക്ഷൻ, ഐ മീൻ ഞാൻ ആക്ഷൻ എടുക്കില്ലെന്നല്ല, ഐ ഡോണ്ട് മൈൻഡ്, എന്തെങ്കിലും ആട്ടെ, അല്ലെങ്കിൽ ഞാനെന്തിനാ അവരുടെ ഐഡിയ നോക്കുന്നത്. പിന്നെ എനിക്ക് അത്രയ്ക്ക് ആവശ്യമുള്ളതാണെങ്കിൽ ഞാൻ ആക്ഷൻ എടുക്കും കേട്ടോ, ഇല്ലെന്നല്ല. പക്ഷേ ഇതിൽ നിന്ന് എനിക്ക് ഈ ഒരു ജേർണി, അല്ലെങ്കിൽ ഇതിൽ നിന്ന് എനിക്ക് മനസ്സിലായി എന്തായാലും. സോ വാട്ട് ഐ വാസ് ട്രൈങ് ടു സേ ഈസ്, ഞാൻ ഈ ഒരു ജേർണി അല്ലെങ്കിൽ ഈ ഒരു ചലഞ്ച് ഇതാവുമ്പോഴത്തേക്കും, ചലഞ്ചിൻ്റെ ഒരു ഔട്ട്കം ആയിട്ട് ഐ സ്റ്റാർട്ടഡ് ടു കൺസീവ് അതേഴ്സ് ഐഡിയ ഓൾസോ, അല്ലെങ്കിൽ ടേക്ക് ഇറ്റ് ഇൻ കൺസിഡറേഷൻ ഇൻ മൈ ലൈഫ് ഓൾസോ. സോ അതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ പറയാനുള്ളത്. ഐ തിങ്ക് ദാറ്റ്സ് എനഫ്. അപ്പോൾ യെസ്, പ്രോജക്റ്റ് റീബിൽഡ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ഈ ഒരു സംഭവങ്ങളൊക്കെയാണ്. അപ്പോൾ ഞാൻ എന്തായാലും ഈ ഒരു വീഡിയോ, ഐ ഹോപ്പ് ഇത് ആർക്കെങ്കിലും ഒക്കെ ഒരു മോട്ടിവേഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്യാനൊരു കാരണമാകട്ടെ. നിങ്ങൾ വെറുതെ ഇരിക്കുവാണെങ്കിൽ, എനിക്കറിയാം ആരും വെറുതെ അല്ല, എല്ലാവരും എന്തെങ്കിലുമൊക്കെ തിരക്കിലാണ്. പക്ഷേ ഇഫ് യു ആർ ഫീലിംഗ് ഫ്രീ ആണ്, നിങ്ങളുടെ സ്റ്റഡീസ് ആണെങ്കിൽ ജസ്റ്റ് ടേക്ക് ടൈം ടു വാച്ച് ദിസ് വീഡിയോ. ഇപ്പം നിങ്ങൾ ബൈ ദ വേ ഞാൻ ഈ പറയുന്ന സമയം കൊണ്ട് നിങ്ങൾ ഇത്ര ആയി കാണും. എന്നാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന തോന്നുന്ന ആൾക്കാരോട് ഷെയർ ചെയ്യുക. ഫ്രണ്ട്സോ ഫാമിലിയോ റിലേറ്റീവ്സോ അബ്രോഡൊക്കെയുള്ള കസിൻസൊക്കെ ഉള്ളവർക്ക് വേണമെങ്കിൽ ചോദിക്കാം, സെൻഡ് ചെയ്യാം. ഓക്കെ, സോ ദാറ്റ്സ് ഇറ്റ്. സോ ഇനി ബാക്കിയുള്ള വീഡിയോസായിട്ട് മേ ബി എനിക്കറിയില്ല, ഇതിനെ റിലേറ്റ് ചെയ്തിട്ട് വരാം, എനിക്കറിയില്ല, മേ ബി അതല്ലാണ്ട് വരാം. സോ കുറേ ആയി ഞാൻ ഈ വീഡിയോ ചെയ്യാൻ ഓർക്കുന്നു. സോ താങ്ക് യു. ഇത്രയും നേരം നിങ്ങൾ എൻ്റെ ഈ ഒരു വീഡിയോ കേട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ താങ്ക് യു സോ മച്ച്. ഇനി വീഡിയോ കഴിയുന്നതിന് മുമ്പ് എപ്പോഴും പറയുന്ന പോലെയല്ല, എന്നാൽ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നി എന്തെങ്കിലും ഞാൻ ഇതിൽ നിന്ന് പഠിച്ചിട്ടുണ്ടെങ്കിൽ, ഡോണ്ട് ഫോർഗെറ്റ് ടു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ്, ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ചെയ്യണം പ്ലീസ്. അതെൻ്റെ ഒരു റിക്വസ്റ്റാണ്. ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഹാപ്പി ആയാൽ മാത്രം മതി. ഓക്കെ, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് യെസ് എനിക്കൊരു അമേസിങ് ഫീലിംഗ് ആണെന്ന് തോന്നി, എനിക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും കിട്ടി, നിങ്ങൾക്ക് ഇതിൽ നിന്ന് എന്തെങ്കിലും പ്രയോജനം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ, എന്തെങ്കിലും പോയിന്റ് പ്രയോജനം ഉണ്ടെന്ന് തോന്നുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, ഇന്നത്തെ ഏതെങ്കിലും നിങ്ങൾ ചെയ്താൽ മതി. ഇനി ഓൾറെഡി സബ്സ്ക്രൈബർ ആണെങ്കിൽ എന്തെങ്കിലും ഒന്ന് കമൻറ്റും കൂടി ചെയ്തേക്കും. ഓക്കെ, സോ ദിസ് ഇസ് മീ മിന്നൂസ് സൈനിങ് ഔട്ട് ഫ്രം ക്രിയേറ്റീവ് വേൾഡ് ബൈ മിന്നൂസ്. നമ്മൾ പുതിയ അടിപൊളി വീഡിയോസ് ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. ചെറിയ ലാഗുകളുണ്ട്, ഞാൻ പറഞ്ഞല്ലോ, ബാക്ക്ലോഗ്സ് കാര്യങ്ങൾ, എനിക്ക് എന്തൊക്കെയോ പറയാൻ തോന്നുന്നുണ്ട്. മേ ബി ഇനി വരുന്ന വീഡിയോസിൽ പറയാം, കാരണം ഈ ഒരു മെയിൻ ഇൻട്രഡക്ഷൻ പറഞ്ഞല്ലോ ഇതിങ്ങനെയാണ് ചെയ്യുന്നതെന്നൊക്കെ. അപ്പം മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു വീഡിയോ ഇൻസ്പിറേഷൻ ആയതും സെഹറ ചേച്ചി. ഓക്കെ, സോ താങ്ക് യു ചേച്ചി. അപ്പോൾ ദാറ്റ്സ് ഓൾ. പുതിയൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെ നമുക്ക് വീണ്ടും കാണാം. കുറേ നേരം ഞാൻ ഇത് തന്നെ പറയുന്നു. സോ ടിൽ ദെൻ, ടൂഡിൽസ്.